Hello guys, welcome back. NFS നമ്മൾ കളിക്കാൻ പോണ NFSലെ മെയിൻ മെഷീൻ ലെജൻഡറി. അല്ലെങ്കിൽ നമുക്ക് ലെജൻഡറി അത്രക്കൊന്നും പിടിക്കാം, നമുക്ക് ഇത് പിടിച്ച് നോക്കാം. വേ പോയിന്റ് ഇപ്പത്തവിടെ താപും പോർഷൻ അതിനല്ലത്. ഒരു പുതിയ കാർ ഇട്ടാണെങ്കിൽ ഈ കാറൊന്നും സോറി ഗൈസ് മാറ്റി പിടിക്കാൻ വേറെ നല്ല വണ്ടി ഇല്ലാണ്ട്. പിന്നെ ഈ ഗെയിമിൽ വണ്ടിക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, കളിച്ചിട്ടൊന്നും കാശ് കഴിക്കുന്നില്ല. ഓഹോ പോലീസാണ് അത് അല്ലല്ല. നമ്മളോടെ കളിട്ട അതും ടൈലർ മോർഗണോ. ഈ സിമ്പിൾ റേസ് ഇപ്പൊ സെക്കൻഡ് ആണ്, ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് ആവും. 30 കിലോമീറ്റർ ഇതെന്ത്, ഇതൊരു ടൂർ പോണല്ലേ. ഇപ്പൊ ഇവർക്കൊരു 10 കിലോമീറ്റർ ഒക്കെ വെച്ചാൽ മതിയായിരുന്നു. ഇതിന് 28 കിലോമീറ്റർ വണ്ടി ഓടിച്ച് വരുമ്പോഴേക്കും ടൈം കുറയും. തീർന്നില്ലത് കയ്യിലില്ല, എത്തിനില്ല. റോഡിനപ്പുറത്ത് ഞാൻ മാത്രം മുമ്പിലായിപ്പോയി. കാറങ്ങട് വളവിൽ കൂടെ അങ്ങോട്ട് പോണില്ല. ഇന്നലെ പാലക്കാട് തുരങ്കത്തിൽ പോയപ്പോ ആലോചിച്ച്, ഈ ഗെയിമിലത്തെ തുരങ്കമൊക്കെയാണ് തുരങ്കം. തൂണ് സ്ഥലമൊക്കെ വേറെ ലെവൽ. ഡിസ്കോളിൽ എന്തായാലും വരുന്നുണ്ട് പുതിയ ചാലഞ്ച്. ഗിവ് ഒക്കെ അസ്ട്രോൻ്റെ ഒക്കെ ആയിരിക്കും, നമുക്ക് ഗിവ് കൊടുക്കാനുള്ള ഗതിയില്ല. അതുകൊണ്ട് ഞാൻ ഗിവ് തരുന്നില്ല. നിങ്ങൾ ആഗ്രഹം വേണ്ട. ഡിസ്കോഡ് നിങ്ങൾക്ക് വല്ല വണ്ടി റെക്കമെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ, ഗെയിം വണ്ടിയൊക്കെ റെക്കമെൻഡ് ചെയ്യാൻ അതേ റെക്കമെൻഡ് ചെയ്യുക. യൂട്യൂബിൻ്റെ ഇടയിൽ കമൻറ്റ് ഇട്ടാലും മതി, ഞാൻ കാണും. ഇതിപ്പോൾ സിമ്പിൾ റേസ് ഞാനിപ്പോൾ ഏറ്റവും ഫ്രണ്ടിലായിപ്പോയി, ബാക്കിയുള്ള 7 ആള് ബാക്കിയിൽ. ഭയങ്കര ഡ്രൈവറായി ഞാൻ ഭയങ്കര സ്പീഡായിപ്പോയി. എനിക്ക് 200, 240, 60 വരെ ഒന്നും താഴെ പോകാൻ പറ്റും. 300 പറയുമ്പോൾ സ്പീഡ് കൂടും. കറക്റ്റ് ഒരു സ്പീഡിലാണ്ട് ഒതുക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ 300, ഇനി 300, 310, 100, 110 ഒക്കെ നമ്മ പണ്ടേ വിട്ടാണ്. ഇടയ്ക്കൊരു 200 ഒക്കെ കയറും, എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് സ്പീഡൊക്കെ പോകുന്നുണ്ട്. BMW മിടിച്ച്. ഓ ചെക്ക് പോയിന്റ് മിസ്സായി. ചെക്ക് പോയിന്റ് എടുക്കാൻ പോട്ടെ. ചെക്ക് പോയിന്റ് കിട്ടി. ഓ ഇതിപ്പോ നേരം വൈകുമല്ലോ. ഇനി 18 കിലോമീറ്റർ ഉണ്ട്, ആലോചിക്കും. എന്നാലും ആ വണ്ടി നമ്മൾ അടുത്തെത്തൂല, അത് വേറെ കാര്യം. ഫുൾ ത്രോട്ടിൽ ഹബീബി ഡ്രിഫ്റ്റ് അതന്നെ. എൻ്റെ കസിനെ അന്ന് ലൈവേക്ക് അയച്ചെന്ന് വിചാരിച്ചാണ്, പക്ഷെ പാവത്തിൽ നിന്ന് വരാൻ പറ്റിയില്ല. ഒരു ഫാമിലി എമർജൻസി കാരണം പോകേണ്ടി വന്നു. മേ ബി ഞാനില്ലാത്ത ടൈമിലൊക്കെ അവനായിരിക്കും അടുത്ത ഡിസ്കോ ലൈവിനുണ്ടാവുക. പിന്നെ ഞാൻ GTA ഇതിന്ന് അറിയാണ്ടൊന്ന് ഇറങ്ങിപ്പോയി, അതുകൊണ്ട് വീണ്ടും എനിക്ക് വൈറ്റ് ലിസ്റ്റ് ചെയ്ത് കയറണം. നല്ല വൈഡ് റോഡായിട്ട് നല്ല വൈഡായിട്ട് ഡ്രിഫ്റ്റ് അടിക്കാൻ പറ്റുന്നുണ്ട്. വണ്ടി കുഴപ്പമില്ല, ഇടയിൽ ഇങ്ങനെ തട്ടിപ്പോണ്. എനിക്ക് കൺട്രോൾ ഇട്ടില്ല. കീബോർഡ് പഴയതാണ്, പണ്ടത്തെ കീബോർഡാണ്. 10-15 വർഷം പഴക്കുണ്ടാവും കീബോർഡ്. അതിൻ്റെ ഒരു പ്രശ്നമാണ്. യൂട്യൂബിൽ നിന്നുള്ള റവന്യൂ ഇട്ടാണെങ്കിൽ കീബോർഡ് മാറ്റണം. ഡിസ്കോഡിൽ നിന്നുള്ള റവന്യൂ ഫുള്ള് എൻ്റെ സ്പോൺസറായിട്ടുള്ള കൂട്ടുകാരൻ അടിച്ചു മാറ്റുന്നുണ്ട്. എൻ്റെ അക്കൗണ്ടിലേക്ക് ഒന്നും വരുന്നില്ല.
നിങ്ങൾക്ക് അഥവാ എൻ്റെ അക്കൗണ്ടിലേക്ക് ഉണ്ടെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ QR കോഡ് ഡിസ്കോഡ് ഇടാം, അതിലേക്ക് ഇട്ടാൽ മതി. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം ID കിട്ടണമെങ്കിൽ എന്തായാലും ഡിസ്കോഡ് തപ്പിയിട്ട് കാര്യമില്ല, യൂട്യൂബിൽ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഒരു എക്സ്ക്ലൂസിവിറ്റിക്ക് വേണ്ടിയിട്ടേ, അത്രേ ഉള്ളൂ, വേറെ ഇതൊന്നുമില്ല. പിന്നെ ബാക്കിയുള്ള വണ്ടിയും തട്ടി. ടിഫിനി 3000 ഒക്കെ സെക്കൻഡാണ്, പക്ഷെ അവരൊക്കെ ഭയങ്കര ബാക്കിയിലാണ് ഗെയിമിൽ. പിന്നെ മാപ്പ് ഇട്ട് അങ്ങനെ നോക്കാൻ പറ്റാത്തതുകൊണ്ട് നോക്കുന്നില്ല ഞാൻ. ഇനിയൊരു 12 കിലോമീറ്റർ ഉള്ളൂ. റോണോ വണ്ടി മറിഞ്ഞു. ഓ സീനില്ല, വണ്ടി വീണ്ടും ഓൺ റോഡായി. ഇവൻ എല്ലാം സായിപ്പാണെന്ന് തോന്നുന്നു, ആരെ പേരൊന്നും എനിക്ക് പിടിയിട്ടില്ല. നമ്മളെ മലയാളികൾ കളിക്കുന്ന നല്ല PC ഗെയിം ഉണ്ടെങ്കിൽ നിങ്ങൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ കുറേ ഗെയിം നോക്കി, അത് GTA മാത്രമേ ഉള്ളൂ. GTA ആണ് എനിക്ക് കളിക്കാനും മറന്നു. എനിക്ക് കളിക്കാൻ അറിയുന്ന ഗെയിമായിരുന്നു GTA, പക്ഷെ ഞാൻ കളിക്കാണ്ടായിട്ടത് മറന്നു. ഇനിയൊരു 10-20 കിലോമീറ്റർ വേഗത്തും എടാ, 300-ലൊക്കെ പോണോണ്ടു. കീബോർഡ് അപ്ഗ്രേഡ് ചെയ്യാൻ ടൈമായി, പക്ഷെ ഫണ്ടില്ല. ഞങ്ങൾക്ക് ആരെങ്കിലും എൻ്റെ ഡിസ്കൗണ്ടിന് വേണ്ടിയിട്ട് കീബോർഡ് സ്പോൺസർ ചെയ്യുന്ന ആഗ്രഹം സ്പോൺസർ ചെയ്യാൻ എനിക്കൊരു വിരോധമില്ല. ഡെലിവറിങ്ങൊക്കെ എനിക്ക് പേഴ്സണലി അയച്ചു കൊടുക്കുന്നതായിരിക്കും. പിന്നെ സ്പോട്ടിഫൈയിലെ പോഡ്കാസ്റ്റ് ദിസ് വീക്ക് ഉണ്ടാവൂല, കാരണം പോഡ്കാസ്റ്റിന് ചെറിയ ഇഷ്യൂസ് ഉണ്ട്. മൈക്ക് ഒരെണ്ണുള്ളൂ, ശരിക്കും ഒരു 3-4 മൈക്ക് വേണമായിരുന്നു. മൈക്ക് എന്ന് പറഞ്ഞാൽ ഇയർഫോൺ തന്നെയാണ്, പ്രത്യേകിച്ച് വലിയ മൈക്കൊന്നുമില്ല. ഞാൻ ഈ ഗെയിം യൂട്യൂബിൽ നിങ്ങൾ ആരെങ്കിലും 1080p അബവ് കാണുന്നുണ്ടെങ്കിൽ, ഇനി 4K കാണണമെന്ന് ആഗ്രഹം, ഞാൻ ഈ വീഡിയോ 4K അപ്ലോഡ് ചെയ്യാൻ റെഡിയാണ്. കാരണം ഈ ലാപ്ടോപ്പ് കമ്പ്യൂട്ടറിലൊക്കെ അത്യാവശ്യം 4K റെക്കോർഡിങ് പോകും. പിന്നെ ഫേസ് കാണണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഗ്രീൻ സ്ക്രീൻ ഒപ്പിച്ചിട്ട് ഞാൻ ഫേസും കൂടെ വെക്കാം ഡിസ്കോഡിൽ. പിന്നെ ട്വിച്ചിക്ക് ഞാൻ സൂൺ വരുന്നതായിരിക്കും. ട്വിച്ചിൽ ചെറിയ അപ്രൂവൽ ഇഷ്യൂ വെക്കണം. ഞാൻ പണ്ട് ട്വിച്ച് ഉപയോഗിച്ചിരുന്നു, പിന്നെ അല്ലേ ബാനായി. മഹത്തായ കളികാരനും ബാനായി. ഞാൻ വീണ്ടും വരും ട്വിച്ചിക്ക് സൂൺ, ഐ വിൽ ട്രൈ. ഇനി 2-2.5 കിലോമീറ്റർ. 2 കിലോമീറ്റർ ഒക്കെ നിസ്സാരം. 345-ലൊക്കെ പോണോ? ബാക്ക് ഇൻ അതന്നെ ടൈലർ മോർഗൻ പറഞ്ഞാല് അത് തന്നെ, അവനൊരു വാക്ക് ഇതില്ല. ഫിനിഷ് ലൈൻ ഇവിടെ നിന്ന് തന്നെ കാണാം. ബാക്കിയുള്ള വണ്ടിയൊക്കെ അവിടെ പോയാ മോഡിഫൈ ചെയ്ത പോർഷ പവർ. പിന്നെ നമ്പർ പ്ലേറ്റിലുള്ള പേര് എൻ്റെ ഇതാണ്, വീട്ടിൽ വിളിക്കുന്ന പേര്. അത് ഈസ്റ്ററൊക്കെ നിങ്ങൾ കണക്കൂട്ടി ചെയ്യാൻ പറ്റും. കണ്ട പെണ്ണെടുക്കുന്ന കിട്ടി ആരൊക്കെ ഇടിങ്ങന്നൊക്കെ. നമ്മ തമാശല്ല, റിയൽ പ്ലേയേഴ്സ് ആണ്. അത് ഞാൻ പെണ്ണിന് മനസ്സിലാവില്ലത്. ബ്രേക്സ് അപ്ഗ്രേഡ് ചെയ്ത്. ഓ ലാസ്റ്റ് മെഷീൻ, ന്യൂ മെഷീൻ അൺലോക്ക്ഡ്. സോളാർ സ്പ്രിന്റ്. അതിനെ അവിടെ പോയി കണ്ടു തോൽപ്പിക്കണം. ഓ ഇതിപ്പോ വെല്ലുവിളിക്കുന്നു. ഇതിനൊന്നും അത്ര വെല്ലുവിളിച്ചാലും വെല്ലുവിളിക്കത്തില്ല. പിന്നെ ഈ ഇതില് പാട്ടില്ലാത്തത് കോപ്പിറൈറ്റ് കാരണം എനിക്ക് എടുത്തളേണ്ടി വന്നു. സാധാരണ പാട്ട് വെച്ചാൽ ഇരുന്ന് ഇങ്ങനെ കോപ്പിറൈറ്റ് മാറ്റാൻ പറ്റുന്നത്. ആ ടങ്ങേറ് കാരണം ഞാൻ പാട്ടുകൾ അങ്ങോട്ട് ഓഫാക്കിട്ട് വേണ്ടാന്ന് വെച്ചു. എഡിറ്റ് ചെയ്യാനൊന്നും ഇപ്പൊ മാക്കില്ല. മാക്ക് ഉണ്ടെങ്കിൽ എഡിറ്റിംഗ് ഒക്കെ സിമ്പിൾ. കോപ്പിറൈറ്റ് വന്നാലും ഫോട്ടോ ക്യാമറ ഒന്ന് മാറിപ്പോയി. സ്റ്റാർട്ട്. ഓ എന്തായാലും അതിന് വണ്ടിയുമ്പോൾ തട്ടല്ലെങ്കിൽ റോട്ടിൽ തട്ടും, അതുകൊണ്ട് അത് വേണ്ട. ഓ അത് എടുക്കാതെ 25,000 കിട്ടിയാണ്. പുതിയൊരു വണ്ടി ആകുമ്പോൾ കാശ് വിട്ടിട്ട് പോർഷൻ അതിനുള്ള RS.
കോണിങ്സ് കാർ ഇതെന്ത് ഈ പെണ്ണ് കള്ളക്കളി. ഇതിപ്പോ 10 കോടിയുടെ വണ്ടിയും 1 കോടിയുടെ വണ്ടിയും വെച്ച് കമ്പയർ ചെയ്യാൻ 1 2 1 1. ഓ ഇപ്പൊ ഇത് സ്ട്രീം ചെയ്യാണല്ലോ. അത് സ്ട്രീം ചെയ്യട്ടെ, സിമ്പിളായി ജയിച്ചത്. ഇതല്ല, ഇതിനപ്പുറം കളിച്ച് ഇറങ്ങിയാണ്. മലയാളികളുള്ള ഇത് പെണ്ണിന്റെ കളി പറഞ്ഞ കാര്യമില്ല. അമേരിക്കക്കാരും ഇങ്ങനത്തെ ജാടൊക്കെ ഉണ്ടാവും EA ഗെയിംസ്. ഓ ഗ്യാസ് ഇല്ലാത്ത ഗ്യാസ് പ്രസ് ചെയ്യാനില്ല. മര്യാദ ആക്സിലേറ്റർ കൊടുത്താൽ മതി, കഴിവില്ല. അന്നാണ് സൗണ്ട് റോഡിന്റെ ഇടയിൽ നിങ്ങള് കേട്ടോ. How can you concentrate on racing and live streaming at the same time? $5 നമുക്കൊരാൾ 10 പൈസ ഇല്ല, കുഴപ്പമില്ല. നമുക്ക് കഴിവുണ്ട്, ഉള്ള കഴിവിലാണ് നമുക്ക് ടാലന്റ്. നമുക്ക് ഇതിന്റെ ആവശ്യമില്ല, മണിയുടെ ആവശ്യം. നിങ്ങൾക്ക് മണിയുടെ ആഗ്രഹം കിട്ടോട്ടെ. ഞാൻ പുതിയ അടുത്ത ലൈവ് ഇട്ട് നമുക്ക് QR കോഡ് ഇടും. ഡയറക്റ്റ് ഇട്ടാലേ എന്റെ സ്പോൺസറിന് പോകുള്ളൂ, അതുകൊണ്ട് നമുക്ക് അത് ആവശ്യം. എന്റെ QR കോഡ് വരും, ഗൂഗിൾ പേ QR കോഡ്. 13 കിലോമീറ്റർ. ഓ 75 സ്പീഡ് ലിമിറ്റ്. ഇതിപ്പോ മരുഭൂമിയുടെ അടുത്തെത്തി. Keep watching. I'm going to crush your superstar. എന്താ ജാടതിന് ഇങ്ങനെ നിർത്തി വെക്ക മലയാളികളെ. പണ്ടത്തെ കാലത്ത് തോറ്റെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കളിയാക്കല്. I'm sure it is. ഈ മെഷീൻ ചേച്ചെന്തായാലും പുതിയൊരു കാറാണ് ലോക്ക് ആകുമ്പോ നമുക്ക് ആദ്യം ഏതെങ്കിലും കാർ എടുക്കാം. പറ്റുമെങ്കിൽ ലംബോർഗിനി ഇൻട്രൊഡക്ഷൻ. ഓ ഓ ഓ ഛേ കുഴപ്പമില്ല. വണ്ടി തട്ടുന്നുള്ള ശരിയാണ്, പക്ഷെ നമ്മ അതിനെ വെട്ടിച്ച് ഇപ്പോഴും നമ്മ ഫ്രണ്ടിലാണ്. എന്താണ് നത്തിലിയ നത്തോല് പോലത്തൊരു പേര്, നത്തിലിയ നോവ. പേര് പോരാ. ടൈലർ മോർഗൻ പിന്നെയും കുഴപ്പമില്ല പേര്. ഈ വണ്ടി 300 അല്ല, 300 ചവിട്ടി കയറ്റിട്ടാ 500 കയറി. ഇതിപ്പോ ഒരു ഹൈവേ കൂടെ വെറുതെ പോണോലുണ്ട്. ഞാൻ ലൈവിന്റെ ഇടയിൽ പോഡ്കാസ്റ്റ് ആലോചിക്കുക. അതാകുമ്പോ 2-in-1 എനിക്ക് ഒരിത് കണ്ടാൽ തന്നെ 2 എണ്ണം കാണുന്ന ഇതായി. 4.5 കിലോമീറ്റർ. ബ്രേക്ക് വണ്ടിക്ക് ബ്രേക്ക് ഇട്ടില്ല. ബ്രേക്ക് അപ്ഗ്രേഡ് ചെയ്യാം, ബട്ട് സ്റ്റിൽ ബ്രേക്ക് ഇട്ടില്ല. ചെക്ക് പോയിന്റ്. ഓഹോ നിങ്ങളുടെ അഭിപ്രായത്തിൽ ജിയോ ആണ് നല്ല എയർടെൽ ആണോ? ഞാണെങ്കിൽ ഒരു വോട്ടിംഗ് ബോൾ വെക്കുക. നിങ്ങൾ വോട്ട് ചെയ്തിട്ട് പറ, ജിയോ or എയർടെൽ ഏത് സിമ്മാണ് നല്ലത് നിങ്ങളുടെ അഭിപ്രായത്തിൽ? അംബാനിക്ക് കാശ് കൊടുക്കണത് എയർടെൽ എടുക്കണം? 4 മിനിറ്റ് സമയം പോയത് അറിഞ്ഞില്ല. ഓ ലൈവും പോയി, കളിയും തോൽക്കാനായപ്പോ റിഡിക്കുലസ്. ഇത് ശരിയല്ല. ഇനി 900 800 മീറ്റർ
600 മീറ്റർ. 300 200 കഴിഞ്ഞ്. ഇത്രേ ഉള്ളൂ. സിമ്പിൾ. 4 മിനിറ്റ് 52. Natalia ഞാൻ Nova. 5 മിനിറ്റ് കൊണ്ടൊക്കെ തീർക്കാന്ന് വെച്ചത്. പക്ഷെ കുറച്ച് കൊണ്ട് വേഗം കഴിഞ്ഞു. ഡ്രൈവിംഗ് കുറച്ച് ഫാസ്റ്റ് ആയിപ്പോയി. വീണ്ടും ബ്രേക്സ് വേണ്ട, ഒരു ബ്രേക്ക് മതി. അതിനോട് കൊടുത്തേക്കാം. നീ ഇതേ കാർ ഇട്ടു നോക്കട്ടെ, ഏത് കിട്ടു. 2-1 ക്ലബ്. ഓ ലംബോർഗിനി ഏതോ ഒരെണ്ണം കിട്ടിയിരുന്നു. ഹുറക്കൻ കൂപ്പ്. രണ്ടാൾക്ക് ഇരിക്കാൻ പറ്റും. അടുത്ത ലംബോർഗിനി ഏതാണ്? മുർക്കലിയോ ലാപ്പിയോ. വായിക്കാൻ പറ്റാത്ത പേരാണ്. I bet you're goddamn pleased with yourself. You know, I am. At least I used my own skill to win. You know what I mean. I may not be able to stop you from getting into the rush, but you can bet your saggy ass that I'll do everything I can to stop you during it. I'm not alone in this, Natalia. The house wants a fight. We'll be ready for it. 10 cockroaches are still only cockroaches, nobody. But have fun with your pipe dream. You have no clue what you just stepped in. ഭയങ്കര ചാടാത്തിന് എന്തൊക്കെയാണ് പറഞ്ഞിട്ട് പോയത്. ഇങ്ങനെ ചാടാൻ പാടില്ല. തോറ്റും പോയി. അതെപ്പോഴും ഫിനിഷ് ആയിട്ടില്ല റേസ്. റണ്ണിങ് കാർ നോട്ടെ. ഈ ലംബോർഗിനിക്ക് എത്ര വില നോക്കട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ ഫണ്ട് സെറ്റ് ആയിട്ട് ലംബോർഗിനി എടുക്കാം. ഇല്ല, ഡീലർഷിപ്പ്. നീ ഗേറ്റില്ലേ? ഡീലർഷിപ്പ് മാറ്റി. ഇത് മോട്ടലായിപ്പോയി. ഡീലർ എൻ്റർ ഡീലർഷിപ്പ്. പോട്ടെ. ഇനിയും പോണം. ലംബോർഗിനി 384. ഇത് രണ്ടോ ഒരേ ലെവലാണ്. പിന്നെ ഇത്രയും വില വ്യത്യാസം. വാങ്ങുമ്പോ തന്നെ വാങ്ങാം. നോട്ടെ. ലുക്ക് വൈസ് തിളക്കൊക്കെ. ഇത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. ഓട്ടോമാറ്റിക് ആണെന്നു കണ്ടിട്ട്. പക്ഷെ ഒരു പഴയ മോഡൽ വരാം. ഇതിന് പിന്നെ ഒരു പുതുമുണ്ട്. പക്ഷെ നമുക്ക് ക്ലാസിക് കുടിക്കാം. അടുത്ത കുടിക്കുമ്പോ. ഇത് ഹുറക്കൻ പൃഥ്വിരാജിന് ഉണ്ടായ വണ്ടിയാണെന്ന് തോന്നുന്നത്. ഇതെന്താ റിയൽ ലൈഫ് കണ്ടിട്ടില്ല. ഓസ്റ്റമായിട്ട് എടുക്കണം ഭയങ്കര ആഗ്രഹം. കണ്ടപ്പോ തന്നെ ഇഷ്ടമായി. ഫണ്ടില്ല ഗൈസ്, ഫണ്ടില്ല. ഒരു അവൻ്റെ ഡോർ 5000. ടു എക്സ്പെൻസീവ്. ഉള്ളാണ്ട് വർക്ക്ഷോപ്പിൽ കയറിക്കൊന്ന് റിപ്പയർ ആയിട്ട്. അപ്പോൾ ബൈ ഗൈസ്. ഇത് നൈറ്റ് വീഡിയോ ആണ്. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരും. മേ ബി മൈ കസിൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവും. എന്തായാലും ഞാൻ ഉണ്ടാവും. അപ്പോൾ ബൈ ടാറ്റ. This is the voice of the streets. Godspeed. Radio. Here's a war journal update. A major victory today. ഫോട്ടോ എടുക്കുമ്പോൾ പോവല്ലേ? കേട്ടോക്കട്ടെ. Silver Rock's golden boy, Tyler Morgan, took Supernova for all she was worth, inching himself even closer to the rush. Turns out Natalia Nova is more shooting star than superstar, the kind that crashes and burns when it gets too close to the real world. Oh, and Nova, heads up. You can stop DMing me, girl. You blocked. Who's the nobody now, Nova? വണ്ടിക്ക് മഞ്ഞ കലബ്രോ സുഖമില്ല. എനിക്ക് റെഡ് കലബ്രോ ആണ്. കുഴപ്പമില്ല. നിങ്ങൾ റേഡിയോ കേട്ടില്ലേ? ബൈ.
ടാറ്റ ബൈ ബൈ.